ഹായ് നമസ്കാരം. ഇത് കൊല്ലങ്കോട്ട് നിന്നും ഒരു 7 കിലോമീറ്റർ അപ്പുറമുള്ള വെള്ളരിമേട് എന്ന സ്ഥലമാണ്. വെള്ളരിമേട് വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ അവിടേക്ക് അധികം ആരും യാത്രക്കാരൊന്നും വരുന്നില്ല, അറിയുന്നവർ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളും വെള്ളരിമേട്ടിലേക്ക് യാത്രയായി. കണ്ടോ എന്താ വ്യൂ അല്ലേ, വളരെ മനോഹരമായ വിഷ്വൽസാണ് മൊത്തത്തിൽ. കാരണം നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് വളരെയേറെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് അല്ലേ. നമ്മൾ സീതാർകുണ്ട് വന്നു, സീതാർകുണ്ടിൽ നിന്ന് നേരെ നമ്മൾ വെള്ളരിമേട് വന്നു. അപ്പോൾ അവിടുത്തെ റോഡൊക്കെ വളരെ മോശമാണ്. പക്ഷേ നമ്മളങ്ങനൊരു യാത്ര താല്പര്യപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നല്ല റോഡുകൾ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കഷ്ടമായിരിക്കും. അതൊരു ഗ്രാമീണ ഏരിയ ആണ്. കാരണം അവിടേക്കൊക്കെ കൂടുതലായിട്ട് കൃഷിക്കാരാണ് കൂടുതലുള്ളത്, കൂടുതലും കർഷകരാണ്. പക്ഷേ വീടുകളുടെ എണ്ണം കുറവാണ്. അവിടെ ഒരു 10-12 വീടുകളാണ് ആ ഭാഗത്തുള്ളൂ. പിന്നെ തന്നെയല്ല ആന തുടങ്ങിയ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നാണ് കേട്ടത്. കാരണം അപ്പുറത്തൊക്കെ നമ്മൾ ഈ ഇതില്ലേ ഇലക്ട്രിക്കിൻ്റെ വേലികളുണ്ട്, ഒരുപാടുണ്ട്, അവിടേക്ക് പണി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ആനയൊക്കെ അവിടെ വന്ന് പോകുന്നത് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് നമുക്ക്. അവരെ സംബന്ധിച്ച് ആന വന്ന് ഉപദ്രവിക്കാറില്ല, ആരും ഉപദ്രവിക്കാതെ പോകുന്നതാണ് അവർ പൊതുവെ പറഞ്ഞത്. എന്തായാലും ഈ ഇത്രയും മനോഹരമായ സ്ഥലം കൂടി കണ്ടിട്ട് നല്ല നമുക്ക് ഈ കൊല്ലം കൂടി യാത്ര പൂർണ്ണമാവുള്ളൂ. അത് കാരണം നമ്മൾ നേരെ വെള്ളരിമേട് ലക്ഷ്യമാക്കിയുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ മലയുടെ അടിവാരമാണ് ഈ വെള്ളരിമേട് എന്ന് പറയുന്നത്. കണ്ടോ അങ്ങനെ നിൽക്കുന്ന ആ മല കണ്ടോ, ആ മലയുടെ അടിവാരത്താണ് ഈ വെള്ളരിമേട് നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് വെള്ളരിമേട്. ഓക്കെ, കണ്ടോ ഇവിടെ ആ കൂടി 2 ചായക്കടകളുണ്ട്. ഒന്ന് അണ്ണൻ്റെ കട, ഒന്നൊരു ചേച്ചിയുടെ ചായക്കട. ആ ചേച്ചിയുടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, അവിടുത്തെ കാര്യങ്ങളും. ചേച്ചി 1 വർഷത്തോളം ഇവിടെ ചായക്കട നടത്തുന്നുണ്ട്. ആ ചേച്ചി വളർന്നതൊക്കെ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ ചായയൊക്കെ കുടിച്ച് ഒരു പരിപ്പുവടയൊക്കെ കഴിച്ച് കണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ വളരെ വ്യൂ ആണ് കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ടിങ് ലൊക്കേഷനാണ് കേട്ടോ. കുറേ സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞവർ. കാരണം അവിടേക്ക് വന്നുണ്ടോ ഈ ചാല് കണ്ടോ, അതിലൂടെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം വരും ഇത്ര. ഇപ്പം മഴ കുറഞ്ഞുകൂടി വെള്ളം കുറവാണ്. പക്ഷേ എങ്കിലും ഈ സീതാർകുണ്ടിലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്കൊന്ന് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളരിമേട് വരാം. വെള്ളരിമേടിലെ കാഴ്ചകൾ കാണാൻ പറ്റും. അതും ഒരു നല്ല രസകരമായിട്ടൊരു അനുഭവം തന്നെയാണ് കേട്ടോ. കാരണം അവിടെയൊക്കെ താമസിച്ചാൽ ഉഷാറാവും അല്ലേ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.